നമസ്കാരം. ആദമുക്ക് വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മാഹിൻ അത്തോളി. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തവരിൽ അത്തോളി കൊളക്കാട് സ്വദേശിയും സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറാണ് പുതുതായി 18 പേരെ നാമനിർദ്ദേശം ചെയ്തത്. നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ അത്തോളി സ്വദേശി എം ജയകൃഷ്ണൻ മാസ്റ്ററാണ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. നേരത്തെ അത്തോളി ഹൈസ്കൂൾ അധ്യാപകനും തുടർന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് പ്രോജക്ട് ഓഫീസറുമായിരുന്ന ജയകൃഷ്ണൻ മാസ്റ്റർ അധ്യാപക സംഘടനയായ KSTA സജീവ പ്രവർത്തകൻ കൂടിയാണ്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായുള്ള സർക്കാരിന്റെ ശ്രദ്ധാ പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അത്തോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വടകര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാള സിനിമയിലെ വെള്ളി വെളിച്ചത്തിലേക്ക് അത്തോളി സ്വദേശിയും ഇന്ന് 15/3/2019 റിലീസ് ചെയ്യപ്പെടുന്ന മേരെ പ്യാരെ ദേശവാസിയോം എന്ന സിനിമയും കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ പത്മവ്യൂഹത്തിലെ അഭിമന്യു കൂടാതെ നേരത്തെ തിയേറ്ററുകളിലെത്തിയ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ എന്നീ 3 സിനിമയുടെയും പ്രൊഡക്ഷൻ കൺട്രോളറായി വർത്തിച്ചത് പുത്തൻപുരയിൽ ബൈജു എന്ന ബൈജു അത്തോളിയാണ്. അത്തോളി ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ അദിന ബാബുവും ബൈജുവിന്റെ മകൻ ദേവാംഗും വേഷമിട്ട സിനിമ എന്നതോടെ ഇരട്ടി മധുരമാണ് ബൈജു നാടിന് സമ്മാനിച്ചത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പന്തലായനി ബ്ലോക്ക് ICDS വിവിധ മേഖലകളിൽ സാന്നിധ്യമറിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ ആദരിച്ചു. പ്രതിസന്ധികളിലും തളരാതെ ജീവിതം നയിച്ച കോതങ്ങാട് ജാനകിക്ക് ലഭിച്ച ആദരവ് അത്തോളിക്ക് തന്നെ അഭിമാനകരമാണ്. കയർ തൊഴിൽ രംഗത്തും അംഗനവാടി സേവന രംഗത്തും ദീർഘനാളത്തെ പ്രവർത്തന മുദ്രയുള്ള ജാനകി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ്. ഇപ്പോൾ അത്തോളി GNUP സ്കൂളിലെ 800-ൽ പരം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കി വരുന്നു. കൂമുള്ളി വായനശാലയിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സബീഷ് ആലോക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. KC ഗീത അധ്യക്ഷയായിരുന്നു. അത്തോളി കൊങ്ങന്നൂർ ആശാരികാവ് ഭഗവതി ക്ഷേത്ര ഉത്സവം കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിലായി ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി. ഉത്സവത്തോടനുബന്ധിച്ച് ചെണ്ടമേളം പരിശീലനം പൂർത്തിയാക്കിയ ക്ഷേത്ര ഊരാളന്മാരാണ് നടയിൽ പ്രകടനം നടത്തിയത്. ശ്രീധരൻ തിരുവങ്ങൂരിന്റെ ശിക്ഷണത്തിൽ 17 പേരാണ് മേളം കൊട്ടിയത്. പക്കമേളക്കാരും ഒപ്പം കൂടി മേളം കൊട്ടിക്കയറിയപ്പോൾ ക്ഷേത്രാങ്കണം ഭക്തിസാന്ദ്രമായി. ശനിയാഴ്ച നടന്ന ഗുളികൻ തിറയോടെ ഉത്സവത്തിന് സമാപനമായി. അത്തോളി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ GPS ഘടിപ്പിച്ച ടാങ്കറുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ ദർഗാസുകൾ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയവുമായി ബന്ധപ്പെടണമെന്ന് സെക്രട്ടറി അറിയിച്ചു. കൊളക്കാട് വെൽഫെയർ LP സ്കൂൾ വാർഷിക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രദേശത്തെ ഏത് സ്വകാര്യ വിദ്യാലയങ്ങളോടും കിടപിടിക്കുന്ന ഈ സർക്കാർ വിദ്യാലയം മികവിന്റെ പാതയിൽ അതിവേഗം മുന്നേറുകയാണ്. പ്രസ്തുത സ്കൂൾ LKG UKG 1ാം ക്ലാസ് അഡ്മിഷൻ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. GNUP സ്കൂൾ പ്രീ പ്രൈമറി കലോത്സവം 9/3/2019 ശനിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ പ്രത്യേകമൊരുക്കിയ വേദിയിൽ നടന്നു. വിജയകരമായ 3 വർഷം പിന്നിടുന്ന പ്രീ പ്രൈമറി ബാച്ചിന്റെ വർണ്ണാഭമായ കലാവിരുന്ന് പ്രശസ്ത നാടകപ്രവർത്തകനും സിനിമ ആക്ടിംഗ് ട്രെയിനറുമായ വിജീഷ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. ശിശു സൗഹൃദ അന്തരീക്ഷത്തിൽ അറിവിനോടൊപ്പം കലാകായിക പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി വരുന്ന പ്രീ പ്രൈമറിയുടെ കലോത്സവം നാട്ടുകാരുടെയും അധ്യാപക രക്ഷാകർത്താക്കളുടെയും നിറ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ദുബായ് KMCC അത്തോളി പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തക സമിതി യോഗം KMCC ഓഫീസിൽ ചേർന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദുബായ് KMCCയുടെ പേരിൽ അത്തോളിയിൽ ഒരു ആംബുലൻസ് സർവീസ് ആരംഭിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. മുസ്തഫ കൊളക്കാട് അധ്യക്ഷത വഹിച്ചു. കാലത്തിന് മുമ്പ് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ദുബായ് തലക്കളത്തൂർ NRI അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രഥമ തനിമ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ സോക്കർ അണ്ടിക്കോട് ജേതാക്കളായി.
ആവേശകരമായ ഫൈനലിൽ ന്യൂ സ്റ്റാർ പാവയിലിനെ 1-3 ഗോളുകൾക്ക് തകർത്താണ് സോക്കർ ക്ലബ്ബ് കിരീടം ചൂടിയത്. CPIM മൊടക്കല്ലൂർ ലോക്കൽ കമ്മിറ്റി പണി കഴിപ്പിച്ച വീടിന്റെ താക്കോൽദാനം 16/3/2019 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന തീരുമാനപ്രകാരം മൊടക്കല്ലൂർ അടുവാട് ബ്രാഞ്ചിലെ പുതുനാർക്കുഴി രതീഷിനാണ് സ്നേഹവീടെന്ന കാരുണ്യസ്പർശം തണലാവുക. കൊടശ്ശേരിയിൽ നടക്കുന്ന CPIM പൊതുപരിപാടിയിൽ വെച്ച് കേന്ദ്ര കമ്മിറ്റി അംഗവും MP-യുമായ എളമരം കരീം സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത്തോളി പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം 15/3/2019 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് അത്തോളിയിൽ നടക്കും. KSEB പരിസരത്ത് നടക്കുന്ന പരിപാടിയിൽ ജില്ലാ പ്രാദേശിക നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. AP അബ്ദുറഹ്മാൻ അധ്യക്ഷനാകുന്ന പൊതുയോഗത്തിൽ അൻസാർ തില്ലങ്കേരി, സാജിദ് നടവണ്ണൂർ എന്നിവർ പ്രഭാഷണം നടത്തും. പാർട്ടിയുടെ 71ാം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി പഴയകാല നേതാക്കളെ സന്ദർശിക്കൽ അടക്കമുള്ള വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കടുത്ത വേനലിൽ കിണറിടിഞ്ഞത് നാട്ടുകാരിൽ അമ്പരപ്പ്. അത്തോളി കാഷ്ണാങ്കോട്ട് മുഹമ്മദിന്റെ ഇരുനില വീടിനോട് ചേർന്ന ആൾമറയുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ആൾമറയൊഴികെ കിണറിന്റെ ഉൾഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു താഴുകയായിരുന്നു. ആളപായമില്ല. ഐക്കരപ്പടി സ്വദേശി അത്തോളിയിൽ മരിച്ചു. മലപ്പുറം ഐക്കരപ്പടി സ്വദേശി മുഹമ്മദാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. മരമുറിയുമായി ബന്ധപ്പെട്ട് അത്തോളിയിലെത്തിയ ഇദ്ദേഹം ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. ആശുപത്രി നടപടികൾ പൂർത്തിയാക്കി സ്വദേശത്തേക്ക് കൊണ്ടുപോയ മൃതദേഹം 9 മണിയോടെ സംസ്കരിച്ചു. അത്തോളിയത്താണി പരേതനായ ഇമ്പിച്ചൻ പത്നി ദമയന്തി നിര്യാതയായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. അത്തോളി തോട്ടോളി താഴക്കുനി അബ്ദുള്ള നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാര ചടങ്ങുകൾ കുനിയിൽ ജുമാ മസ്ജിദിൽ നടന്നു. തോരായി പുതിയോട്ടിൽ കാസിം ഹാജിയുടെ ഭാര്യ കുഞ്ഞായിഷ നിര്യാതയായി. 76 വയസ്സായിരുന്നു. മയ്യത്ത് നമസ്കാരവും ഖബറടക്കവും തോരായി ജുമാ മസ്ജിദിൽ നടന്നു. ആദമുക്ക് വീക്കെൻഡ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. അത്തോളിയിലും പരിസര പ്രദേശങ്ങളിലും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ചന്ദന മാഫിയ വിളയാട്ടം. ആദമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ചന്ദന മാഫിയകളുടെ കഴുകൻ കണ്ണുകൾ അത്തോളിയെയും വട്ടമിടുന്നു. അത്തോളിയിലെ മലയോര പ്രദേശങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് വളരുന്ന ഒറ്റപ്പെട്ട ചന്ദന മരങ്ങളെ ലക്ഷ്യമിട്ടാണ് മലപ്പുറം, പാലക്കാട് ഭാഗങ്ങളിൽ നിന്നും സംഘമെത്തുന്നത്. പറമ്പിലെ പാഴ്മരങ്ങൾ വിലക്ക് വാങ്ങാനെത്തുന്ന ഇക്കൂട്ടർ ചന്ദനമരങ്ങൾ ചെറുതോ വലുതോ ശ്രദ്ധയിൽപ്പെട്ടാൽ വിലപേശി കച്ചവടമുറപ്പിച്ച് പാഴ്മരങ്ങളുടെ കൂടെ കടത്തുകയാണ് പതിവ്. ഉടമസ്ഥൻ വിസമ്മതിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ മരം വേരോടെ അപ്രത്യക്ഷമാവും. വാഹനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് പടുമരങ്ങളും പാഴ്മരങ്ങളും മുറിച്ചു നീക്കാൻ പൊതുവെ നാട്ടിലെ തൊഴിലാളികളെക്കാളും താല്പര്യം കാണിക്കുന്ന ഇക്കൂട്ടർ ഉടമസ്ഥരുടെ പ്രിയം പിടിച്ചുപറ്റുന്നു. ഈ അവസരം മുതലെടുത്ത് പടുമരങ്ങൾക്കും പാഴ്മരങ്ങൾക്കുമൊപ്പം ചന്ദന തൈകൾ ഉൾപ്പെടെ വിവിധ വലിപ്പമുള്ള ചന്ദന മരങ്ങളാണ് ഇത്തരം മാഫിയകൾ മുറിച്ചു കടത്തുന്നത്. അധികൃതരുടെ സത്വര ശ്രദ്ധ പതിയാത്ത പക്ഷം പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ എലിയോടുമല, വള്ളിക്കാട്ടുകാവ് എന്നിവിടങ്ങളിൽ അടക്കമുള്ള ചന്ദന മരങ്ങളുടെ സമൃദ്ധി ഓർമ്മ മാത്രമായേക്കും. വീക്കെൻഡ് ന്യൂസിന് വേണ്ടി VK ഷബീർ. ആദമുക്ക് വീക്കെൻഡ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു. അത്തോളിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീക്കെൻഡ് ന്യൂസ് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 4 മണി.